തറാവീഹ് വിഷയത്തിൽ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ലോകത്ത് പല ചർച്ചകളുണ്ട്, ശരിയാണ്. തറാവീഹ് റക്അത്തിന്റെ എണ്ണത്തിൽ പല ചർച്ചകളുമുണ്ട്. ഈ ചർച്ച നടത്തിയ ഏത് കിതാബെടുത്താലും, ചർച്ചകൾ നടത്തിയ ഏത് കിതാബെടുത്താലും, ഇനി ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളിലാണെങ്കിലും ഏത് കർമ്മശാസ്ത്ര വഴി സ്വീകരിച്ചാലും അവിടെയൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറാവീഹ് 20 30 40 50 ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഏകോപിച്ച കാര്യമാണ് നബിയുടെ നിസ്കാരം 11. അത് തർക്കമില്ല. നബിയുടെ നിസ്കാരം 11. പിന്നെ എന്താണ് ചർച്ച വരാൻ കാരണം? നബി നിസ്കരിച്ചത് 11 ആണെങ്കിലും അതിലേറെ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ? അതാണ് പണ്ഡിത ലോകത്തെ ചർച്ച. തറാവീസ്കാരം, നമ്മൾക്ക് തറാവീസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നബി എത്ര നിസ്കരിച്ചെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നബി എത്ര നിസ്കരിച്ചു? നബി നിസ്കരിക്കാത്ത ഒന്നും സഹാബത്ത് നിസ്കരിക്കൂല. അതന്നെ ഉമർ ബിൻ ഖത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ കൽപ്പന അനുസരിച്ച് മദീനത്തെ പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് നിസ്കരിച്ചു. 20 നിസ്കരിച്ചു. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ നബി എട്ടിക്കരിച്ചു എന്ന് പറഞ്ഞ ഹദീസ് പലതിനും സാധ്യത ഉള്ളതാണ്. നബി എട്ടിക്കരിച്ചു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നബി എട്ടിക്കരിച്ച് 12 വീട്ടിൽ പോയി കരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ പല സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഇസ്തിദ്ലാൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ സഹാബത്തോടെ നിസ്കരിക്കുമ്പോൾ അവരതൊക്കെ ശരിക്ക് പരിശോധിച്ചതിന് ശേഷമാണ് അവർ നിസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ തറാവി 20 നമുക്ക് യാതൊരു സംശയമില്ല. കാരണം എന്തുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒന്ന് സഹാബത്ത് ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെന്നത് ഒരു സഹാബി ചെയ്തതല്ല, ഒരു കൂട്ടം സഹാബികളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ളതായ ഒരു പരസ്യമായ ഒരു പ്രവർത്തനമാണത്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, അതുകൊണ്ട് അതിന്റെ അപ്പുറം പിന്നെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അതിന് ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത ഒരുത്തന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായാൽ മനസ്സിലാക്കിക്കോ, അവന് ചെറിയ ഒരു ബിദ്അത്തിന്റെ ഒരു സ്വഭാവം അവന് കടന്നു വരുന്നുണ്ട് എന്ന്. അപ്പോഴാണ് ഈ ബിദ്ഈ സ്വഭാവം കടന്നു വരുമ്പോഴാണ് ആ ചിന്ത വരുന്നത്. ബിദ്ഈയായ സ്വഭാവങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ളത്. ആയത്തും ഹദീസുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമില്ല. ആയത്തിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതാവുന്ന മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരെന്താ ചെയ്തു എന്നുള്ളത് അതല്ലേ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും. ഇതെന്തിനെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു? അവരങ്ങൾ അനുകരിച്ചോന്നല്ലേ, അവരനുഗമിച്ചോന്നല്ലേ, അവരെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഹുജ്ജത്താക്കിക്കോന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വാബിഖൂനൽ അവ്വലൂന മിനൽ എല്ലാ നിലക്കും പിന്നെ മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുമ്പന്തിയിലേക്ക് വന്ന ആളുകൾ, എല്ലാ നിലക്കും മുമ്പന്തിയിലേക്ക് വന്നവർ. അവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ടത് എന്താ? അവര് റളിയല്ലാഹു അൻഹും വറളു അൻഹു. 2 ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ തൃപ്തി. അള്ളാഹു അവരെ തൊട്ടും അള്ളാഹുവിനെ തൊട്ടും അവരും തൃപ്തിപ്പെട്ടു. വലിയൊരു വാക്കല്ല അത്. അതിന്റെ അർത്ഥം എന്താ? അവരെ അങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം അവരെന്ന് പറഞ്ഞത് ഉത്തമമാവുന്നതായ ആളുകളാണ്. അവരെ പ്രവർത്തനങ്ങൾക്ക് ഹുജ്ജത്താക്കാം, അവർ ചെയ്തതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം. അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മറ്റൊരു വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. കണ്ടോ, മുഅ്മിനീങ്ങൾക്കുള്ള ആ വഴി, മുഅ്മിനീങ്ങൾ നടന്നു പോകുന്ന വഴി, അത് വിശുദ്ധമാവുന്നതായ വഴിയാണ്. അതാണ് മുസ്തഖീമാവുന്നതായ വഴി. അതുകൊണ്ടാണല്ലോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ ശേഷം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞത് എന്താണ്? എന്തിനാണ് മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കുന്ന് പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത്? അത് പറയാനുള്ള കാരണം ഹുവ തൗഹീദ് വ തൻസീസ് വലാ അന്ന ത്വരീഖൽ മുസ്ലിമീന വൽ മശ്ഹൂദ് അലൈഹി ബിൽ ഇസ്തിഖാമ. മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന ആ വഴിയുണ്ടല്ലോ, ആ വഴി തന്നെയാണ് മുസ്തഖീമായ വഴിയെന്ന് ഒന്നും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയാണ്. ആ പറഞ്ഞതിനെ ഒന്നും കൂടി സ്പഷ്ടമാക്കിക്കൊണ്ടും പറയാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന വഴി ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം. നമ്മളെ അടിസ്ഥാനം എന്താ? അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിന്റെ മേലിലാണ് നമ്മൾ ഇവിടെ ചെയ്തു പോരുന്നതായ സർവ്വ ആചാരങ്ങളാണെങ്കിലും